സ്വയംവരം സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജയശ്രീ ചേച്ചി അങ്ങനെ റോഡിലേക്ക് നടന്നു വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരാൾ വന്ന് സംസാരിക്കുകയാണ്. ജയശ്രീ ചേച്ചി ഒറ്റയ്ക്കാണോ വീട്ടിൽ, മോഹനേട്ടൻ ഹൈദരാബാദ് പോയിട്ട് വന്നില്ലേ, ഒറ്റയ്ക്കാണോ എന്നൊക്കെയുള്ള രീതിയിലൊരു തെറ്റായ രീതിയിൽ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിലൊരു സംസാരം ടോക്ക് വരികയാണ്. അപ്പോൾ ജയശ്രീ ചേച്ചി നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട്. അത് കേട്ടിട്ട് നമ്മുടെ ശാരിക കാറിൽ വന്നിട്ട് ഇറങ്ങുകയാണ്. എന്നിട്ട് ജയശ്രീ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, ചേച്ചിക്ക് ഇത്രയും കേട്ടപ്പോൾ തന്നെ ഇത്രയും ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം ഓർത്ത് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് ശാരികയുടെ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അവരുടെ പ്രശ്നം രാഖിയാണ്. അപ്പോൾ രാഖിയെ എങ്ങനെയും രാഖിയുടെ വീട്ടിൽ നിന്നും പുറത്താക്കണമെന്നും ചേച്ചി വീണ്ടും രാഖിയുടെ വീട്ടിലേക്ക് വരണമെന്നൊക്കെ ആവശ്യപ്പെടുകയാണ് ജയശ്രീ ചേച്ചിയോട്. അപ്പോൾ ജയശ്രീ ചേച്ചി പറയുകയാണ്, നീ കണ്ടില്ല അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് നാണം കേട്ടത്, ഇനി ഞാൻ രാഖിയുടെ വീട്ടിലേക്ക് രാഖിയുടേതായ ഒരു കാര്യത്തിനും അന്വേഷിക്കാൻ വരില്ല എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി വിഷമിക്കാതിരിക്കുക, എനിക്ക് വേണ്ടിയിട്ടില്ലേ ചേച്ചി അങ്ങനെ നാണം കേട്ടത്, അതിനുള്ള പരിഹാരം ഞാൻ തന്നെ ചെയ്തോളാം, ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ ജയശ്രീ ചേച്ചി പറയുകയാണ്, എന്ത് ചെയ്തിട്ട് എന്താ കാര്യം, രാജീവൻ അവളുടെ ഒപ്പം ഉള്ളതുകൊണ്ട് അവൾക്ക് കൂടുതൽ സപ്പോർട്ടാണ്, കൂടുതൽ അവൾ ശക്തി ആർജിച്ച് തന്നെയാണ് രാഖി മുമ്പോട്ട് പോകുന്നതെന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഞാനൊരു കേസ് കൊടുക്കാൻ പോവുകയാണ്, മുൻ ഭർത്താവിനെ നിലവിലുള്ള ഭാര്യയ്ക്ക് വിട്ടുകൊടുക്കാതെ നോക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്, എങ്ങനെയാണ് ഒരു ദിവസമെങ്കിലും രാഖി പോലീസ് സ്റ്റേഷനിൽ കിടക്കുമെന്നൊക്കെ പറയുമ്പോഴേക്കും എങ്കിൽ അങ്ങനെയല്ല, ഒരു 3 മാസമെങ്കിലും കിടക്കാൻ പാകത്തിനുള്ള കേസ് വേണം കൊടുക്കാൻ, അത് ഭർത്താവിനെ മറ്റൊരു സ്ത്രീ കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിൽ തന്നെ കേസ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉപദേശിച്ചിട്ട് പോവുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നതാണ്. എന്നിട്ട് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുന്നുണ്ട് തുളസിയുടെ കാര്യങ്ങൾ കൂടുതൽ അന്വേഷണം എവിടം വരെ ആയി എന്തായി എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ എന്നിട്ടൊന്നും തോന്നുന്നില്ല, ഗൗരവമായിട്ട് നിങ്ങൾ എടുത്തിട്ടില്ല എന്നൊക്കെ പരാതി പറയുകയാണ്. അപ്പോൾ ഒരു നല്ല രീതിയിലുള്ള ആൻസർ കിട്ടുന്നില്ല, അതായത് ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത ഒരു അന്വേഷണമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് നിന്നും നടക്കുന്നതെന്ന് രാജീവിന് മനസ്സിലാകുമ്പോൾ പറയുകയാണ്, ഇനി തുളസിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾക്കാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് പോകാൻ പോകുമ്പോഴേക്കും പറയുകയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ, ഇതിനെക്കുറിച്ച് എന്തുണ്ടെങ്കിലും ASPയോട് പരാതി പറയുകയും അന്വേഷിക്കുകയും ചെയ്താൽ മതിയെന്ന് പറയുന്നു. അയാളാണ് ഇപ്പോൾ നേരിട്ട് എല്ലാം അന്വേഷിക്കുന്നതെന്നൊക്കെ പറയുന്നു. അയാൾ പറയുന്നതനുസരിച്ചാണ് ഞങ്ങൾ കേസ് അന്വേഷിക്കുന്നത്, അയാൾ പറയുന്നതാണ് എല്ലാം എന്നൊക്കെ പറഞ്ഞ് രാജീവിനെ മനസ്സിലാക്കുന്നു. രാജീവൻ ഇവിടെ നിന്ന് പോകുന്ന വഴിക്ക് രാജീവൻ്റെ വീട്ടിൽ അക്രമത്തിന് എത്തിയ സംഘം ഉപയോഗിച്ചിരുന്ന ആ ആംബുലൻസ് അവിടെ കിടക്കുന്നത് കാണുമ്പോൾ ആരും കാണാതെ വേഗം തന്നെ ആംബുലൻസിൽ കയറിയിട്ട് അവിടേക്കൊന്ന് നല്ല രീതിയിൽ പരിശോധിക്കുകയാണ്. അങ്ങനെ പരിശോധിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ അകത്തുള്ള ഒരു ബക്കറ്റിൻ്റെ അടിയിൽ നിന്നൊരു സിമ്മ് കിട്ടുന്നു. അത് വേഗം തന്നെ അത് കൈക്കലാക്കിയിട്ട് രാജീവൻ പുറത്തിറങ്ങുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്നുണ്ട്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ വേഗം തന്നെ DYSP വിളിച്ച് പറയുന്നു, രാജീവിനകത്ത് പരിശോധിച്ചിട്ട് പോകുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും ആവട്ടെ അയാൾ പൊക്കോട്ടെ, ബാക്കിയെല്ലാം നമുക്ക് വരുന്ന പോലെയൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അവർക്ക് സിമ്മ് കിട്ടിയ കാര്യം തൽക്കാലം അവർ അറിയുന്നില്ല. പിന്നീട് രാഖിയും രാജീവനും കൂടി സംസാരിക്കുമ്പോൾ സിമ്മ് കിട്ടിയ കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ എന്തിനാണ് രാജീവേട്ടൻ ഈ സിമ്മ് എടുത്തതെന്നൊക്കെ പറയുമ്പോൾ ഞാനിത് എൻ്റെ ഫോണിലിട്ട് നോക്കാൻ പോവുകയാണ്, നമ്മൾ വിശ്വസിക്കുന്നത് പോലെ ശാരിക ഇതിൻ്റെ പിന്നിലുണ്ടെന്നുണ്ടെങ്കിൽ ഈ സിമ്മ് ഞാൻ സിമ്മ് ഇട്ടിട്ട് ഞാൻ അവളെ വിളിക്കുമ്പോൾ മിക്കവാറും അവൾ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അവൾ ഇതിന് പിന്നിലുണ്ടോ എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവർ വിളിക്കുന്നു ശാരികയെ. അപ്പോൾ ശാരിക വേഗം ഫോൺ എടുത്തിട്ട് അന്നത്തെ ആ സംഭവത്തിന് ശേഷം ആ ഉദ്ദേശത്തിന് ശേഷം ഞാൻ ഈ സിമ്മ് ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നതല്ലേ, പിന്നെ നിങ്ങളത് എന്തിനാണ് വീണ്ടും ഉപയോഗിക്കുന്നത്, എന്ത് പണിയാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ വളരെയധികം ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ രാജീവിനും രാഖിക്കും ഉറപ്പാവുകയാണ് എല്ലാത്തിനും പിന്നിൽ ശാരിക തന്നെയാണെന്ന്. എന്നിട്ട് അവരൊന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്യുമ്പോൾ ശാരികയ്ക്കും ഡൗട്ട് തോന്നുന്നു വേറെ ആരോ ആണ് തന്നെ വിളിച്ചതെന്ന്. സംശയം തോന്നിയിട്ട് വിഷ്ണുവിനെ വിളിക്കുമ്പോൾ വിഷ്ണു പറയുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം സിമ്മ് മിസ്സിങ് ആയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ശാരികയെ ഞെട്ടുകയാണ്. നിശ്ചയമുള്ള ആരോ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെന്ന് ശാരിക മനസ്സിലാക്കുന്നത്. അതിനുശേഷം രാഖിയും രാജീവനും കൂടി തുളസിയുടെ റൂമിൽ ചെല്ലുന്നു. തുളസി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് നമ്മൾ തുളസി എഴുന്നേൽക്കുമ്പോഴേക്കും അവർ പറയുകയാണ്, ഒരു പുതിയ ഐഡിയ ആയിട്ട് നമ്മൾക്ക് സംശയമുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് അവളെ കാണിച്ചു കൊടുക്കാം, അവൾക്ക് ഇനി സംസാരിക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് ആംഗ്യം കാണിക്കാനെങ്കിലും പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കുകയാണ്, ഇതിനൊക്കെ പിന്നിൽ ശാരികയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, ശാരികയാണോ ഇതിൻ്റെ പിന്നിൽ ചോദിക്കുമ്പോൾ തലയാട്ടി കാണിക്കുക മാത്രമല്ല ശാരികയാണ് അതേന്ന് തന്നെ പറയുകയാണ്. അപ്പോൾ നിനക്ക് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാനൊക്കെ കഴിയും, ഞാൻ പേടിച്ചിട്ടാണ് ആരോടൊന്നും അറിയിക്കാത്തതെന്ന് പറയുന്നു. അപ്പോൾ നീ ഇനിയും അങ്ങനെ തന്നെ തുടർന്ന് അഭിനയിച്ചോളൂ, ആരും അറിയണ്ട നിനക്ക് സംസാരശേഷി തിരിച്ചു കിട്ടിയ കാര്യമെന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോകുന്നു.
ശേഷം DYSP കാണാൻ ശാരിക വരുമ്പോൾ നമ്മൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്ന് പറയുന്നു. അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ രാജീവൻ ആംബുലൻസിൽ കയറി പരിശോധിച്ച കാര്യവും എല്ലാം പറയുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ചിട്ട് ഒരു സിം ഇല്ലാത്ത ഫോൺ മാത്രമാണ് കിട്ടിയതെന്ന് പറയുമ്പോൾ അത് കേട്ട് ശാരിക ഞെട്ടി നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ബൈ.